നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശം. ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ പരാതി പോലീസിന് കൈമാറി. ബിജെപിയുടെ ക്ഷണം തള്ളാതെ എസ് രാജേന്ദ്രൻ. തന്നെ അനുകൂലിക്കുന്നവരെ പാർട്ടിയിലെ ചിലർ ദ്രോഹിക്കുന്നു. ജില്ലാ സെക്രട്ടറി തിരുത്തുന്നില്ല എന്നും എസ് രാജേന്ദ്രൻ. അടൂർ തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തു. അരളിച്ചെടിയുടെ ഇല പശുവിന് ആഹാരമായി നൽകിയിരുന്നുവെന്ന് ഉടമ ശരിവെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസമായി വിജിലൻസ് കോടതി വിധി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന ഹർജി തള്ളി. നിയമ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. സ്വകാര്യ സന്ദർശനത്തിന് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ CITO. കൈയടിച്ച് പാസാക്കിയതായി മന്ത്രി പറഞ്ഞത് CITO അംഗീകരിക്കാത്ത ഒത്തുതീർപ്പ്. മാവേലിക്കരയിൽ സജ്ജമായ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് മന്ത്രിയുടെ ബന്ധുവിന്റേതെന്ന് ഗുരുതര ആരോപണം. സമരം കടുപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ICU പീഡനക്കേസിൽ അതിജീവിതയുടെ പരാതിയിൽ പുനരന്വേഷണം. ലോക്കൽ പോലീസ് ഒഴികെയുള്ള സംവിധാനം അന്വേഷിക്കും. നിർദ്ദേശം ഉത്തരമേഖല IG-യുടേത്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാൻ ATS. അനസിന്റെ കൂട്ടാളികളുടെ വീടുകളിൽ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തു. വയനാട്ടിലെ റിസോർട്ടിലും റെയ്ഡ്. നാളെ 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ ജനവിധി. കർണാടകയിലെ വോട്ടെടുപ്പ് നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയുടെ പ്രചാരണം ആന്ധ്രയിൽ. വാർത്തയിലേക്ക് വിശദമായി. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ഒപ്പം മേയറുടെ സഹോദരനും ഭാര്യയ്ക്കുമെതിരെയും കേസെടുക്കണം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം. കേസിൽ നേരത്തെ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആവശ്യങ്ങൾ അതേപടി അംഗീകരിക്കുകയായിരുന്നോ? നേരത്തെ തന്നെ പോലീസ് ഈ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നതാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? വിനോദ്. VV വിനോദ് അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. മേയർക്കും MLAയ്ക്കും എതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിലാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേയറുടെ സഹോദരനും ഭാര്യയ്ക്കുമെതിരെയും കേസെടുക്കണമെന്ന നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനോദ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, യദുവിന്റെ ഹർജിയിലാണ് മജിസ്ട്രേറ്റ് കോടതി 3 കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. MLA സച്ചിൻ ദേവ്, ഭാര്യയും തിരുവനന്തപുരം നഗരസഭ മേയറുമായ ആര്യ തുടങ്ങിയവർക്കെതിരെ 5 പേർക്കെതിരെയാണ് കേസെടുക്കാനുള്ള നിർദ്ദേശം. ഇതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തുവെന്നായിരുന്നു യദുവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഏത് തരത്തിലുള്ള അന്വേഷണം എന്ന കാര്യം കോടതി നിർദ്ദേശിച്ചില്ല. അതേസമയം ഈ പരാതി പരിശോധിക്കണമെന്നും FIR ഇട്ട് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേരുകയാണ്. കഴിഞ്ഞ തവണ കൗൺസിൽ യോഗം ചേർന്നപ്പോൾ വലിയ ബഹളമാണ് ഉണ്ടായത്. തന്റെ ഭാഗം മേയർ വിശദീകരിക്കുകയും ചെയ്തു. വൈകാരികമായിട്ടായിരുന്നു അന്ന് മേയർ പ്രതികരിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗം ചേരുകയാണ്. മേയർ ഇപ്പോൾ ചെയറിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, പ്രത്യേക കൗൺസിൽ യോഗം ചേരുന്നു. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. CMRL കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ വഴിവിട്ട സഹായമാണ് വീണ വിജയന് മാസപ്പടി ലഭിക്കാൻ കാരണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ലാവ്ലിൻ പോലെ കള്ളക്കേസ് എന്ന് തെളിഞ്ഞെന്ന് CPM പ്രതികരിച്ചു. ഹർജി സമർപ്പിക്കപ്പെട്ടതു മുതൽ കോടതി ആവർത്തിച്ച് ഉന്നയിച്ച ചോദ്യം KMML-ഉം CMRL-ഉം തമ്മിലുള്ള ബന്ധമെന്താണ്, ഇത് തെളിയിക്കുന്ന രേഖകൾ എന്താണ്, ഇത് ഹാജരാക്കാൻ ഹർജിക്കാരന്
ഹർജിക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തുടർച്ചയായി കേസ് പരിഗണിച്ചപ്പോഴൊക്കെയും കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിന് സമയം ആവശ്യപ്പെടുകയായിരുന്നു മാത്യു കുഴൽനാടൻ ചെയ്തത്. ഏറ്റവും ഒടുവിൽ 5 രേഖകൾ ഹാജരാക്കി. കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിംഗ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, KREML മുഖ്യമന്ത്രി നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ, ഈ രേഖകളൊക്കെയുമാണ് ഹർജിക്കാരൻ ഹാജരാക്കിയത്. എന്നാൽ വീണ്ടും KMML-ഉം CMRL-ഉം തമ്മിലുള്ള ബന്ധമെന്ത്, ഇവർക്കിടയിൽ കരിമണൽ നീക്കുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചോ നടന്ന കാര്യങ്ങൾ, ഇത് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹർജിക്കാരന് പര്യാപ്തമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹർജി തള്ളിക്കൊണ്ടുള്ള നടപടി വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. ഈ ഹർജി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മാത്യുവിന്റെ ചിന്നക്കനാലിലെ റിസോർട്ടിനെതിരെ നടപടികൾ, അത് പ്രതികാര നടപടികളാണ് എന്ന തരത്തിലുള്ള ആരോപണം. ഒരുപക്ഷെ ഈ ഹർജി കോടതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ആരോപണം മാത്യു ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രതികാര നടപടി തുടങ്ങിയെന്ന ആക്ഷേപവും ആരോപണവും ഒരു വശത്ത് ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ തള്ളിപ്പോകുമ്പോൾ അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതേ വിഷയത്തിൽ തുടരുകയാണ്. SFIO, ആദായ നികുതി വകുപ്പ്, ED തുടങ്ങി വിവിധ ഏജൻസികളാണ് ഈ 1,73,00,000 രൂപയുടെ കേസ് അല്ലെങ്കിൽ അത് ഇടപാട് സംബന്ധിച്ച കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നിയമ നടപടികൾ തുടരുമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. CMRL-നെ ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം ചെയ്തെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് ടു മീ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് എന്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞത്. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ അതായത് താങ്കൾ ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു പറഞ്ഞത്, പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മാറി. അത്തരത്തിലെ അവ്യക്തത ഇല്ലില്ല. ബോർഡ് ഡസൻ മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വാദങ്ങളും കോടതി സ്റ്റാൻഡ് ചെയ്തില്ല എന്നല്ല ഇപ്പോഴത്തെ വിധി മനസ്സിലായി. അതെ അതെ അതെ. അപ്പൊ ഇനി എന്താണ് നടപടി? ഞാൻ വിധി പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗം ഇക്കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു എന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് കോടതി വിധി ഞാനും നിങ്ങളും വായിച്ചില്ലല്ലോ. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ച ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. മാത്യു കുഴൽനാടന് എത്തിക്സ് ഇല്ല എന്നാണ് മാസപ്പടി കേസിലെ കോടതി നടപടികൾ വ്യക്തമാക്കുന്നതെന്ന് AK ബാലൻ. ഈ കേസ് ലാവ്ലിൻ പോലെയായി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുഴൽനാടനൊപ്പം നിൽക്കില്ല. കുഴൽനാടൻ മുഖ്യമന്ത്രിയോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ എന്താണ് പ്രശ്നമെന്നും കോൺഗ്രസിലെ നേതാക്കൾ ഇതിലും കൂടുതൽ വിദേശയാത്രകൾ നടത്തിയിട്ടില്ലേ എന്നും AK ബാലൻ ചോദിച്ചു. ഏത് പാർട്ടിക്കാണ് കൊടുത്തത്? ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇത് എന്തായാലും SFIO അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ. ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പ്രശ്നവും. അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു. ആൾറെഡി ഒരു വിധി ഉണ്ടായി. ഇപ്പം രണ്ടാമത് വിധി വന്നു. ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇത് ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കും, ലാവിലും പോലെയായിരിക്കും. ലാവിലിൻ്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിൻ്റെ ഫലം അവർ അനുഭവിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മാത്യു കുഴൽനാടൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം. എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ്? എത്ര വിഷമതിയാണ് ആ കുടുംബത്തിലുണ്ടാകുന്നത്? തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക. ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക, അതിന് കോടതി അല്ലെങ്കിൽ വേറെ കോടതി കൊടുക്കുക. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, മുഖ്യമന്ത്രിന് മറുപടി പറയേണ്ടതില്ല, മറുപടി പറയുന്നില്ല, മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ട്
3 രാജ്യങ്ങളിലേക്കുള്ള സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും യാത്ര തിരിച്ചു. പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു യാത്ര തുടങ്ങിയത്. 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ UAEയിലും സന്ദർശനം നടത്തും. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ ടി വീണയുമുണ്ട്. ഇന്നലെയാണ് യാത്രയ്ക്ക് കേന്ദ്രാനുമതി കിട്ടിയത്. ഔദ്യോഗിക യാത്രയല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തിനെയും പൂട്ടാൻ ATS. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങളുടെ വീടുകളിൽ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന. റെയ്ഡിൽ 4 തോക്കുകളും ആയുധങ്ങളും പിടിച്ചെടുത്തു. മാഞ്ഞാലി സ്വദേശി റിയാസ് കസ്റ്റഡിയിൽ. ടോം കുര്യാക്കോസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണോ ഈ നടപടികളൊക്കെയും നടക്കുന്നത്? ഏതൊക്കെ ഇടങ്ങളിലാണ് റെയ്ഡ്? എന്തൊക്കെ സുപ്രധാന വിവരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം? രേണുക, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുടെ വിവരങ്ങളുടെ തെളിവുകളുടെ അടക്കം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ATSും പോലീസും, കൊച്ചി സിറ്റി പോലീസും ആലുവ പോലീസും സംയുക്തമായി വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘങ്ങളുടെ വീടുകളില് മണിക്കൂറുകളായി നടക്കുന്ന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. പെരുമ്പാവൂർ, ആലുവ, മാഞ്ഞാലി എന്നിവിടങ്ങളിലും വയനാട്ടിലെ ഒരു റിസോർട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അനസിന്റെ വിശ്വസ്തനായ ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജിയുടെ വീട്ടിലും പരിശോധന നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തില് റിയാസിനെ, മാഞ്ഞാലി സ്വദേശി റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ആലുവ വെസ്റ്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ മണിക്കൂറുകളായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പണത്തിന്റെ ഉറവിടം, അതുമായി ബന്ധപ്പെട്ട് ഈ പെരുമ്പാവൂർ അനസുമായിട്ടുള്ള ബന്ധം, ഈ തോക്ക് എങ്ങനെ കിട്ടി, തോക്കിന് ലൈസൻസ് ഉണ്ടോ, തോക്കിന് നിലവിൽ ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ആലുവ റൂറൽ SP വൈഫോ സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഈ റെയ്ഡിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ ന്യൂസ് 18 ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടും കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് ഒരു അന്വേഷണ സമിതിയുടെ ഭാഗമായി പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ATSും പോലീസും നടപടികൾ സ്വീകരിച്ചിരുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെയും ATSന്റെയും നടപടികൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകും, കൂടുതൽ പേരെ ചോദ്യം ചെയ്യും, കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും പെരുമ്പാവൂർ അനസിലേക്ക് തന്നെയാണ് ATSന്റെയും പോലീസിന്റെയും അടുത്ത നീക്കം എന്ന് തന്നെയാണ് സൂചന. രേണുക, ശരി. ടോം കുര്യാക്കോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ICU പീഡനക്കേസിൽ ഡോക്ടർ KV പ്രീതിക്കെതിരെയുള്ള പരാതിയിൽ പുനരന്വേഷണം നടത്തും. ഇന്ന് ഉത്തരമേഖല IG ശ്രീ സേതുരാമന്റെ മേൽനോട്ടത്തിൽ ലോക്കൽ പോലീസ് അല്ലാത്ത ഏതെങ്കിലും വകുപ്പിലെ ACPയും വനിതാ CIയും ഉൾപ്പെട്ട സംഘം അന്വേഷണം നടത്തും. ഉത്തരവ് ഉടനിറക്കുമെന്ന് IGയുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ പലയിടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചതോടെ ടെസ്റ്റ് മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുൻപിൽ സമരപ്പന്തൽ കെട്ടിയായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ തൊഴിലാളി സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പ്രതിഷേധം വ്യാപകമായതിന് പിന്നാലെ നടപടികളിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്തിക്കൊണ്ട് സർക്കാർ ഓർഡർ ഇറക്കിയിരുന്നു. പക്ഷേ ആ സർക്കുലർ അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ മുട്ടത്തറയിലടക്കം വ്യാപകമായ പ്രതിഷേധമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ സമരപ്പന്തൽ കെട്ടിയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. അവർക്ക് പിന്തുണയുമായി തൊഴിലാളി സംഘടനകളുമുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലാത്ത നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തെ സാവകാശം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ തങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ 3 മാസം മതിയാവില്ല എന്ന നിലപാടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുള്ളത്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു വലിയ സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പ്രതിഷേധം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം? ന്യായമായിട്ടൊന്നും അവർ ചെയ്തു തന്നിട്ടില്ല. നമ്മുടെ അവകാശങ്ങൾ അവർ മാക്സിമം അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിൽ അവർ വന്നുകൊണ്ടിരിക്കുക. അല്ല, 3 മാസത്തെ സാവകാശം നൽകിയിട്ടില്ല. അതാ നിയമപരമായിട്ട് ആർക്ക് റെക്കോർഡിക്കലായിട്ട്
ആരും തന്നിട്ടില്ല. പിന്നെ 3 മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ വീണ്ടും അപ്പോഴും സമരത്തിന് വീണ്ടും ഇറങ്ങേണ്ടി വരത്തില്ലേ? ഇതിനൊരു അതിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനല്ലേ അവർ കണ്ടെത്തേണ്ടത്. അതിന് പകരം അവർ 3 മാസം കഴിഞ്ഞ് ക്യാമറ വയ്ക്കാം, 6 മാസം കഴിഞ്ഞ് പുതിയ വണ്ടി മാറ്റാം. ഞങ്ങൾക്ക് 60 ദിവസത്തെ ടെസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ട് കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടികൾക്ക് ടെസ്റ്റിന് കയറാൻ ഡേറ്റ് കിട്ടുന്നില്ല. ഒരൊറ്റ സ്കൂളുകാർക്ക് ഒരൊറ്റ ആൾക്കാർക്ക് അതിനകത്ത് അക്ഷയ വഴിയോ ഒന്നും ഡേറ്റ് കിട്ടുന്നില്ല. RTO ഓഫീസിൽ നിന്ന് 20 പേർക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് ഇവിടെ വിളിച്ചു. അതെങ്ങനെ കിട്ടിയെന്നോ ഞങ്ങൾക്ക് അറിയണം. അല്ല, ഇത് ഈ സംഖ്യയിലടക്കം, അതായത് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളുടെ ഈ സംഖ്യയിലടക്കം ഒരു കുറവ് വരുത്തിയിരുന്നല്ലോ എത്ര പേർക്ക്. പക്ഷെ അത് പോലും നിങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണോ? അംഗീകരിക്കാൻ പറ്റൂല. അത് എന്തുകൊണ്ടാണ്? അത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം ഒത്തീർപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമല്ലോ. ഒത്തീർപ്പാക്കി വരട്ടെ, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ വരട്ടെ. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന ലൈസൻസ് ഇതെല്ലാം എന്ത് ചെയ്യും? എങ്ങനെ കൊടുക്കും? തോറ്റ കുട്ടികൾക്ക് പോലും ഡേറ്റ ഉണ്ടല്ലോ. ടെസ്റ്റിന് കയറാൻ കിടക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നിൽപ്പുണ്ട്. അവരെന്ത് ചെയ്യും? അപ്പൊ ഈ 30-40 പേരൊക്കെ പറ്റൂല. എത്ര മാസം കൊണ്ട് ഒരു ടെസ്റ്റ് നടത്തും? 40 പേര് വെച്ച് ഉദ്യോഗസ്ഥരെ കൂടുതൽ ടെസ്റ്റ് ഇവിടെ നടത്തണം. അതാണ് ആവശ്യം. ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ നിർത്താൻ ഞങ്ങളാരും പറയുന്നില്ല. ഉദ്യോഗസ്ഥരെ കൂടുതലിടണം. ഉദ്യോഗസ്ഥന്മാരെ ഇടാൻ പറ. ഇവിടെ 1-2 ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടിട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇടണം. ഈ വലിയ കനത്ത ചൂടാണ്, അതിനിടയിൽ എങ്ങനെ? നമുക്ക് ഒന്നുമല്ല. നമ്മൾ ഈ ചൂട് കൊണ്ട് മരിച്ചാലും നമ്മൾ ഇവിടുന്ന് പോകൂല. ഞങ്ങൾക്കുള്ള നീതി കിട്ടിയേ ഞങ്ങൾ പോകും. നിങ്ങളുടെ യൂണിയന്റെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അല്ല, ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് ആ സമയത്ത് അവർ പറഞ്ഞത് ഞാൻ പറയും നിങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് അവിടെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം അവർ കൊടുത്തിട്ടില്ല. ഞാൻ പറയും നിങ്ങൾ കേൾക്കണം. അതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, ഈ കാര്യത്തിൽ എന്താണ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ നടപടി എങ്ങനെ വേണമെന്നാണ് ആവശ്യം? നാം പഴയ രീതിയിൽ വരണം. ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത വാഹനത്തിൽ വണ്ടി ഓടിക്കണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം പിള്ളേരെ പഠിച്ചിട്ട് ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയിൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ച് ആര് അതിന് മറുപടി പറയും? ഉദ്യോഗസ്ഥർ നമുക്ക് അതിനുള്ള മറുപടി പറയുമോ? അപ്പൊ അല്ലെങ്കിൽ അവർ ഡ്രൈവിംഗ് സ്കൂൾ അവിടുന്ന് MDSന്റെ ഭാഗത്തുനിന്ന് അവര് വണ്ടി ഇറക്കിയിടണം. എന്തായാലും യൂണിയനുകളുടെ അടക്കം പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും ഈ പരിഷ്കാരത്തിലെ അപ്രായോഗികമായ നടപടികൾ മാറ്റാൻ തയ്യാറാകുകയും ചെയ്യുന്നതുവരെ ഈ പ്രതിഷേധം കനത്ത ചൂടിനിടയിലും മുട്ടത്തറയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ തുടരുമെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ CITU രംഗത്ത്. CITU അംഗീകരിക്കാത്ത കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മന്ത്രി കള്ളം പറഞ്ഞുവെന്ന് CITU വിമർശിക്കുന്നു. സമരം സർക്കാരിനെതിരെയാണെന്നും ടെസ്റ്റുകളുടെ എണ്ണം 60 പുനഃസ്ഥാപിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. അതേസമയം ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരത്തിൽ നിന്ന് CITU പിന്മാറി. നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത്, ഇളവര കരീമിനെ ചർച്ചയ്ക്ക് വിളിച്ചത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. പക്ഷേ ഗതാഗത മന്ത്രി ഇന്നലെ നിങ്ങളെല്ലാം കണ്ടു കാണും, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയായി വന്നു. CITU ഉൾപ്പെടെ എല്ലാ സംഘടനകളും കൈയടിച്ച് പാസാക്കിയതാണ് എന്റെ നിർദ്ദേശങ്ങളെന്ന്. അതൊരു കാരണവശാലും ശരിയല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം CITU സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും ഒരു മീറ്റിംഗ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു. 48ഓളം ആളുകൾ പങ്കെടുത്തു. ആ പങ്കെടുത്ത മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഒരു കാര്യവും അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞ കൂട്ടത്ത് അദ്ദേഹവും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നപ്പോ അക്രഡേഷൻ ഡ്രൈവിംഗ് സെന്ററുകൾ വേണ്ട എന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു. അത് നടപ്പിലാക്കേണ്ട കേന്ദ്ര നിർദ്ദേശമാണ്. അതിന്റെ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ട് അവർ തമ്മിൽ തർക്കമായപ്പോ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഒരു മന്ത്രി മോശമായി സംസാരിക്കുന്ന കണ്ടുള്ള ആവേശത്തിൽ കുറെ ഡ്രൈവിംഗ് സ്കൂളുകാർ കൈയടിച്ചാടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേക കൌൺസിൽ യോഗം ചേരുകയാണ്. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന കോടതി നിർദ്ദേശം ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിൽ കൌൺസിൽ യോഗത്തിൽ വലിയ രീതിയിൽ ബഹളവും പ്രശ്നങ്ങളും അരങ്ങേറുന്നു. BJP അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരുകയാണ്. അതിൽ KSRTC ഡ്രൈവറുമായി ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ മേയർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. BJP നേതാക്കൾ നടുത്തളത്തിലൊക്കെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ കൗൺസിൽ യോഗം KSRTC ഡ്രൈവർ യദുവിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉൾപ്പെടെയുള്ള പ്രമേയമാണ് പാസാക്കിയത്. വളരെ വൈകാരികമായി മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ മേയർക്കെതിരായ പ്രതിഷേധം അവിടെ നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. CPM-നെതിരെ ആരോപണം ആവർത്തിച്ച് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുന്നതായും തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണമെന്നും രാജേന്ദ്രൻ ആരോപിച്ചു. BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയിൽ ചേരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടതായും എന്നാൽ പതിവ് മറുപടി നൽകിയതായും S. രാജേന്ദ്രൻ പറഞ്ഞു. അവര് ആക്ച്വലി എന്നെ കാണാൻ വന്നതല്ല. ഇവിടെ കുറന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏപ്രിൽ 18 ഒരു അടി നടന്നു. അത് 3 പാർട്ടിക്കകത്ത് ആളുകളുണ്ട്. പൊതുവിൽ എന്നെ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ അതിനെന്തോ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കാര്യമൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ അവരെ LDF-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ സ്റ്റാൻഡിലാണ്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള നിലയിലെയാണ് ആ പ്രശ്നങ്ങൾ അന്ന് തുടക്കം കുറിക്കുകയും കൊട്ടേഷൻ സംഘം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വീട് കയറി 12 മുറിയുള്ള ലൈൻസിൽ മണികണ്ഠൻ്റെ വീട് കയറി. മതേശ്വരി എന്ന് പറയുന്ന കുട്ടി 17 വയസ്സായുള്ളൂ. 4ാം ക്ലാസ്സിലൊന്ന് കൈ പൊട്ടിയതാണ്. ആ അടി കൊണ്ടപ്പോൾ അതും കൂടി മുറിവോ ചതവോ ഒടിവോ എന്താണെങ്കിലും പ്ലാസ്റ്റർ ഉണ്ട്. അതിനെ കാര്യമായി പോലീസ് കേസ് എടുത്തില്ല. തല്ലാൻ വന്ന ആളുകൾക്ക് ജാമ്യം, തല്ലാൻ വന്നവരെ പിടിച്ചവർക്ക് നാൻ പേലുകൾ, വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് ഞാൻ അറിയുന്ന 28-നാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് അവിടെ രമേശ് എന്ന് പറയുന്ന BJP-കാരുമായി എന്നോട് വന്ന് 28 പാർട്ടി രാജേന്ദ്രനെയും രാജേന്ദ്രൻ പാർട്ടിയെയും തള്ളി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി അന്വേഷണം കേസ് എടുത്തില്ലെന്ന് എനിക്കും ബോധ്യപ്പെട്ടു. അതിന്റെ ഇടയ്ക്കാണ് CV വർഗീസിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത സംഭവ സ്ഥലത്തു നിന്നും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. സംവിധായകരായ ലാൽ ജോസ്, സോഹൻ റോയ് എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. ഡയാന ഹമീദ്, സിൻസീർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ ലാൽ ജോസ്, സുധീർ കരമന തുടങ്ങിയവരും ഉണ്ട്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോയ്ക്ക് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.